ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പെന്തക്കോസ്ത് ലോകം ഇന്ന് ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം പെന്തക്കോസ്ത് ലോകത്തിൽ ധാരാളം ആളുകൾ ഇവിടെ പെന്തക്കോസ്ത് മീഡിയകളിൽ വിമർശിക്കപ്പെടുന്ന അതേ അനുഭവങ്ങളെ അംഗീകരിക്കുന്ന, സാധൂകരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ എങ്ങനെയാണ് നമ്മൾ വ്യക്തമായൊരു നിലപാടെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ ഞാൻ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ 4 കൂട്ടം കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കാറുണ്ട്. 1 സ്ക്രിപ്ചർ, 2 ട്രഡീഷൻ, 3 എക്സ്പീരിയൻസസ്, 4 കൾച്ചർ. ഈ 4 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് ബൈബിളുള്ളത് മാത്രമേ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, ബൈബിളുള്ളതനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നെങ്കിൽ പോലും ഈ 4 ഘടകങ്ങളും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഉപദേശ വിഷയങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. ബൈബിളിന് പുറത്തുള്ള ഒന്നും തന്നെ നമ്മൾ ഉപദേശമായിട്ട് അംഗീകരിക്കാൻ തക്കവണ്ണം തയ്യാറുള്ള ഒരു കൂട്ടരല്ല, പ്രത്യേകിച്ചും പെന്തക്കോസ്ത് ബ്രദറൻ സമൂഹങ്ങൾ എന്ന് നമുക്കറിയാം. എന്നാൽ മറ്റ് സഭാവിഭാഗങ്ങളെ നോക്കുമ്പോൾ അവർ ട്രഡീഷനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യാക്കോബ സഭ, കത്തോലിക്ക സഭ തുടങ്ങിയ സഭകളെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ സഭയുടെ ട്രഡീഷന് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാ കൂട്ടരും സഭാപിതാക്കന്മാർ എന്ത് പഠിപ്പിച്ചു എന്ന് അറിയാൻ തക്കവണ്ണം ആഗ്രഹമുള്ളവരാണ്. എന്നാൽ അതേസമയം തന്നെ ട്രഡീഷനായിട്ട് സഭയിൽ വന്നു കയറിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മറിയെ ആരാധിക്കുന്നത് 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഒന്നല്ല, 1-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ തന്നെ അതിൻ്റെ ആരംഭങ്ങൾ തുടങ്ങി വെച്ചിരുന്നു എന്ന് ഇന്ന് പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഞാൻ വിചാരിച്ച 5-6 നൂറ്റാണ്ട് കഴിഞ്ഞൊക്കെയാണ് ഇത് സഭയിൽ കടന്നു വന്നതെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ വായനകൾ ആ ചിന്താഗതികളൊക്കെ മാറ്റി. അപ്പോൾ അത് ട്രഡീഷനായിട്ട് സഭയിൽ കടന്നു വന്നതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഇല്ലാത്ത മറിയ ആരാധനയും ശിശു സ്നാനവും തുടങ്ങിയ വിഷയങ്ങളൊക്കെയും ട്രഡീഷനായിട്ട് സഭയിൽ കയറി വന്നതിനെ അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ക്രൈസ്തവ സഭകളെ തമ്മിൽ വിഭാഗീയതയിലേക്ക് നടത്തിയതായിട്ടുള്ള ഒരു വിഷയം. നമുക്കറിയാമല്ലോ, പാരമ്പര്യ സഭകൾ അവയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഈവൻ ലൂഥറൻ ചർച്ച് പോലും ഒരു പരിധിവരെ മറിയെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ പിന്നീട് മുമ്പോട്ട് വന്നതായിട്ടുള്ള സുവിശേഷ വിവിധ സഭകൾ എന്ന് നമ്മൾ വിളിക്കുന്നതായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ അവയിൽ നിന്നൊക്കെയും വിട്ടുമാറി മറിയ ആരാധനയുടെ വിട പറഞ്ഞതാണ് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കിയത്. അപ്പോൾ ട്രഡീഷനെ അവർ അതിലൂടെ ബ്രേക്ക് ചെയ്തു. എങ്കിലും ശിശുസ്നാനം എന്ന ട്രഡീഷൻ ഇന്നും നമുക്കറിയാമല്ലോ എല്ലാ മെയിൻ ലൈൻ ഡിനോമിനേഷൻസും പിന്തുടരുന്നുണ്ട്. ബാപ്റ്റിസ്റ്റ് ചർച്ചക്കാരും പെന്തക്കോസ്റ്റ് ചർച്ചക്കാരും ആ ട്രഡീഷനും ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രിക്ട്ലി ബൈബിളിൽ കാണുന്നതായിട്ടുള്ള വിശ്വാസ സ്നാനം മാത്രമേ ശരിയായിട്ടുള്ളതുള്ളൂ, അത് മാത്രമേ ഒരു വ്യക്തി എടുക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുവാൻ തക്കവണ്ണം തീർന്നിട്ടുണ്ട്. അപ്പോൾ ട്രഡീഷൻ ഒരു ഫാക്ടറാണ്. ആ ട്രഡീഷനെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. ട്രഡീഷനെ ബ്രേക്ക് ചെയ്തവരാണ് പെന്തക്കോസ്തുകാരും ബ്രദറുകാരും ഒക്കെ. ഇനി മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് ആണ്. പെന്തക്കോസ്തുകാരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആത്മീയ അനുഭവങ്ങൾക്ക് അവർ കൊടുക്കുന്ന ലെജിറ്റിമസിയാണ്. എൻ്റെ മലയാളം വാക്യം മറന്നുപോയി. അപ്പോൾ ആത്മീയ അനുഭവങ്ങൾ ലെജിറ്റിമേറ്റ് ആണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരാണ് പെന്തക്കോസ്തുകാർ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്തിൻ്റെ 1-ാമത്തെ ദിവസം തന്നെ മാളിക മുളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവിടെ നടന്നൊക്കെ എക്സ്പീരിയൻസസ് ആണ്. ആ മുറി മുഴുവൻ വെളിച്ചം കൊണ്ട് നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവിടെ നാവിന്മേൽ പരിശുദ്ധാത്മാവ് കൊടുത്തനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ പെന്തക്കോസ്തിൻ്റെ 1-ാമത്തെ എക്സ്പോഷർ തൊട്ട് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ പല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നു. അവിടെ എല്ലാ എക്സ്പീരിയൻസസ് ഉണ്ട്. അവർ 4-ാം അധ്യായത്തിൽ അവരിരുന്ന സ്ഥലം കുലുങ്ങത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിനെ അവർ നിറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് കടന്നു ചെന്നപ്പോൾ ആദിയനായ കൊർന്നേല്യോസിൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ പ്രസംഗ മധ്യത്തിൽ തന്നെ ആ പരിശുദ്ധാത്മാവിനെ നിറയുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങി എന്ന് നമ്മൾ കാണുന്നു. അതിനുശേഷം അപ്പോസ്തലർ 19-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എഫെസോസിൽ പൗലോസ് വന്ന് യോഹന്നാൻ്റെ സ്നാപകൻ്റെ
ശുശ്രൂഷയായിരുന്ന ആദ്യ ഗണത്തെ വീണ്ടും സ്നാനപ്പെടുത്തി വിശ്വാസ സ്നാനത്തിലേക്ക് നയിച്ച് അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരും അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ പെന്തക്കോസ്തിൻ്റെ അനുഭവം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ പുതിയ നിയമത്തിൽ അവിടെയെല്ലാം അനുഭവങ്ങളുണ്ടായിരുന്നു, എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തിൻ്റെ അനുഭവം മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അത് പണ്ഡിത രമാബായിയുടെ ആശ്രമത്തിലായാലും അസോസിയേഷനിലാണെങ്കിലും എവിടെ അത് കടന്നു വന്നോ അവിടെയെല്ലാം അനുഭവങ്ങൾ അന്ന് തൊട്ട് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുണ്ടായ അനുഭവം നമുക്കറിയാലോ, അന്യഭാഷകൾ സംസാരിക്കുന്നതാണ്. എന്നാൽ അതുകൊണ്ട് ആ അനുഭവങ്ങൾ നിന്നില്ല. പിന്നീട് പ്രവചനങ്ങൾ ഉണ്ടായി നമുക്കറിയാം. മറ്റനേക അനുഭവങ്ങൾ, രോഗശാന്തി, ഭൂതശാന്തി തുടങ്ങിയ അനേകം അനുഭവങ്ങളുണ്ട്. അപ്പോൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പെൻഡക്കോസ്റ്റൽ എക്സ്പീരിയൻസിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഇല്ലാത്ത പെന്തക്കോസ് ഇല്ല. അത് ഇവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. പെന്തക്കോസുകാരായ നമ്മുടെ വിഷയം കിടക്കുന്നത് ഇവിടെയാണ്. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിഷേധിച്ചുകൊണ്ട് നമുക്ക് പെന്തക്കോസുകാരായിട്ട് തുടരാനും ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ എക്സ്പീരിയൻസസിനെയും നമുക്ക് അംഗീകരിക്കാൻ ഒക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഇവയെ തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയണം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. പലപ്പോഴും ഈ അനുഭവങ്ങളെല്ലാം ദുരുപദേശം എന്നുള്ളൊരു പദം കൊണ്ടാണ് നമ്മൾ വീക്ഷിക്കാറുള്ളത്. അത് 100% ശരിയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉപദേശം എന്ന് പറയുന്നത് പഠിപ്പിക്കുക. അപ്പോൾ ഇത് ഒരു പഠിപ്പിക്കുകയാണോ അതോ എക്സ്പീരിയൻസ് ആണോ? അപ്പോൾ പഠിപ്പിക്കുകയാണോ നമ്മൾ ചോദ്യം ചെയ്യുന്നത്, എക്സ്പീരിയൻസിനെയാണോ നമ്മൾ ചോദ്യം ചെയ്യുന്നത്? ഇത് തമ്മിലൊന്ന് വേർതിരിച്ച് കാണേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഞാൻ അല്പം കൂടെ ഒന്ന് പുറകോട്ടിറങ്ങി 1-2 കാര്യം കൊണ്ട് പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങുന്നതായിട്ടുള്ള 1-ാം അധ്യായത്തിൽ തന്നെ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാം. അത് ലൂക്കോസ് നൽകുന്നൊരു ട്രാൻസിഷനുണ്ട്, കർത്താവ് നൽകുന്നൊരു ട്രാൻസിഷനുണ്ട്. ലൂക്കോസ് പറയുന്നു, ഞാൻ 2 പുസ്തകം എഴുതുന്ന 2-ാമത്തെ പുസ്തകമാണിത്. ഈ 2-ാമത്തെ പുസ്തകം ഞാൻ എഴുതുന്നു 1-ാമത്തെ പുസ്തകത്തിൽ വ്യത്യസ്തമാണ്. 1-ാമത്തെ പുസ്തകത്തിൽ ഞാൻ എഴുതിയത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചിടത്തോളം കാലം താൻ എന്തെല്ലാം ചെയ്തുവെന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്തീകരണവും താൻ പഠിപ്പിച്ച കാര്യങ്ങളും താൻ പറഞ്ഞ ഉപമകളും ഒക്കെയാണ് ഞാൻ 1-ാമത്തെ പുസ്തകത്തിൽ നിങ്ങൾക്ക് തന്നത്. എന്നാൽ 2-ാമത്തെ പുസ്തകത്തിൽ ഞാൻ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സഭയിൽ എന്തെല്ലാം നടന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആരംഭിക്കുന്നത്. ആ ട്രാൻസിഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സഭായുഗത്തിൽ ക്രൈസ്തവ സഭയുടെ ലോഡ്ഷിപ്പ് കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയാൽ നിങ്ങളോടുകൂടെ എന്നും ഇരിക്കേണ്ടതിന് വേണ്ടി ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചിട്ട് സത്യത്തിൻ്റെ കാര്യസ്ഥൻ എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്ന് വരെ വഴി നടത്തും? കർത്താവായ യേശുക്രിസ്തുവിനെ മടങ്ങി വരെയും വഴി നടത്തും. അപ്പോൾ ഇന്ന് ക്രൈസ്തവ സഭയുടെ ലോഡ്ഷിപ്പ് ആർക്കാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് ആണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കർത്താവായ യേശുക്രിസ്തു ആണ് നമ്മുടെ എല്ലാവരുടെയും കർത്താവ്. ജീസസ് ഈസ് ലോഡ് എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ രക്ഷയുടെ മുദ്രാവാക്യം തന്നെ. ജീസസ് ഈസ് ലോഡ് എന്ന് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു ആ കർത്തൃത്വം സഭയ്ക്കുള്ളിൽ നടത്തുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് പരിശുദ്ധാത്മാവിനാണ് ദൈവസഭയുടെ കർത്തൃത്വമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് എന്തൊക്കെ സംഭവിക്കും എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനായ ഞാനല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലുണ്ടായിരുന്ന സമയത്ത് ആരും അന്യഭാഷയിൽ സംസാരിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന 1-ാമത്തെ ദിവസം തന്നെ അന്യഭാഷകളിൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു അനേകം വീര്യപ്രവർത്തികൾ ചെയ്തു, പലതരത്തിലുള്ള വീര്യപ്രവർത്തികൾ ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയുടെ കർത്തൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാത്മാവേ ഉള്ളൂ. ആ ഒരേ ആത്മാവ് തനിക്ക് ബോധിച്ചവണ്ണം ശുശ്രൂഷകൾ പങ്കിട്ട് കൊടുക്കുകയാണ്, സഭയുള്ള ജനങ്ങൾക്കായിട്ട് പങ്കിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആരാണ് ലോഡ്ഷിപ്പ് എടുത്ത് സഭയുടെ കാര്യങ്ങൾ ഇവിടെ ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടു കൊടുക്കുക എന്നുള്ളതാണ്.
അല്ലാതെ ഞാൻ കൈയടിച്ചാൽ ഒരു അന്തരീക്ഷം മാറ്റുകയല്ല, ഞാൻ സംഗീത ഗുണങ്ങൾ ഉപയോഗിച്ച് അന്തരീക്ഷം മാറ്റുകയല്ല, ആളുകളെ കൊണ്ട് കൈപൊക്കിച്ചും കാലുപൊക്കിച്ചും അന്തരീക്ഷം മാറ്റാൻ നോക്കുകയല്ല. പരിശുദ്ധാത്മാവിൻ്റെ ലോഡ്ഷിപ്പിന് ഞാൻ വിധേയപ്പെട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയമായ ആരാധന എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആത്മീയമായ ആ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തനങ്ങളാൽ പലതും നടന്നെന്ന് വരും. ഭൂതശാന്തി നടക്കും, രോഗശാന്തി നടക്കും, അങ്ങനെ പലതും നടന്നെന്ന് വരും. ആ കൂട്ടത്തിൽ പെടുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആയിട്ട് ആത്മവിവശത എന്ന വിഷയത്തെ നമുക്ക് കാണുവാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യം ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്നത്. ആ വിഷയം ഞാൻ ആദ്യമായിട്ട് കണ്ടത് മലയാളി സമൂഹത്തിൽ ന്യൂയോർക്ക് പട്ടണത്തിലാണ്. അന്ന് ഞാൻ അതിനെ വളരെ എതിർത്ത വ്യക്തിയാണ്. അതിനെതിരായിട്ട് ലേഖനം എഴുതിയ വ്യക്തിയാണ്. സ്വർഗീയധ്വനിയുടെ ഫയലിൽ ഇപ്പോഴും ആ ലേഖനം കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ആ ലേഖനം വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഡ്രോ ചെയ്തു. പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായി, ആത്മവിശ്വാസ അനുഭവം ഉണ്ടായി. അത് അന്ന് ആ വിദ്യാഭ്യാസം ഒരു കള്ളത്തരം കാണിച്ചില്ല. അദ്ദേഹം എന്നോട് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഐ വാസ് ഗോൺ. അപ്പം ഗോൺ എന്ന് പറഞ്ഞാൽ ഞാൻ വീഴുമ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടുകൊണ്ടാണ് വീഴുന്നത്. ആ ദർശനത്തിൽ ഞാൻ കണ്ടത് ആരോ എന്നെ പൊക്കിയെടുത്ത് വലിയൊരു തടാകത്തിലേക്ക് എറിയുന്നതായിട്ടാണ്. ആ തടാകത്തിൽ ഞാൻ ഇങ്ങനെ നീന്തി കളിച്ച് നടക്കുകയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്നെ നോക്കുന്നവർ കാണുന്നത് ഞാൻ അന്വേഷണം പറഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്നതാണെങ്കിലും എൻ്റെ ദർശനത്തിൽ ഞാൻ ആ തടാകത്തിൽ ഇങ്ങനെ നീന്തി നടക്കുക. ഏകദേശം അരമണിക്കൂർ നേരത്തോളം ആ അനുഭവം തുടർന്ന ശേഷം പിന്നെ ആരോ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. എഴുന്നേൽപ്പിച്ച് ഞാൻ കണ്ണ് തുറന്നെങ്കിലും അടുത്ത 3 ദിവസത്തേക്ക് അന്യഭാഷ അല്ലാതെ ഇംഗ്ലീഷോ മലയാളമോ എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം ആളുകൾ പറയാറുണ്ട് വീണിട്ട് എഴുന്നേറ്റ് എന്ന ഗുണം എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് വലിയ ഗുണമുണ്ടായി. അത് കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എനിക്ക് അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ സംഭവിച്ചപ്പോൾ അത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയെ അത് വേറൊരു തലത്തിലേക്ക് ഉയർത്തി. അനേക രാജ്യങ്ങളിൽ കടന്നുപോയി മിനിസ്റ്റർ ചെയ്യാൻ തക്കവണ്ണം ദൈവം പെട്ടെന്ന് വാതിലുകൾ തുറന്നു വരാൻ തുടങ്ങി. വളരെ ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചോളം. അതുകൊണ്ട് കാണുന്നതെല്ലാം കള്ളത്തരമാണെന്ന് ആളുകൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ഞാൻ ഇതിൽ കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെയും ഇവിടെ പല സഭകളിലും പല ദൈവദാസന്മാരും കടന്നു വരുമ്പോൾ ആളുകൾ കൈവച്ച് പ്രാർത്ഥിക്കും, വീണില്ലേ അവരിങ്ങനെ തള്ളി 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 പുറകോട്ട് കൊണ്ടുപോയി വീഴിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആളുകളെ ഇങ്ങനെ ഓണത്തിന് പിള്ളേർ കളിക്കുമ്പോൾ ചെയ്യുന്ന പോലെ ആളുകളെ ഇങ്ങനെ കയ്യെ പിടിച്ച് കറക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നിട്ട് അങ്ങ് വിടുന്ന ഉടനെ ആൾ താഴെ പോകുമല്ലോ. അത് എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ നിലപാട് ചെറുതായിട്ട് ഒന്ന് കൂൾ ഡൗൺ ചെയ്തു എന്ന് ഇംഗ്ലീഷ് പറയാം. കാരണം ഒരുപാട് പേര് എൻ്റെ മുൻപിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്ന് നേരിട്ട് കണ്ടതുകൊണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, അങ്ങനെ നടക്കുന്ന എല്ലായിടത്തും നടക്കുന്ന എല്ലാം കള്ളത്തരമാണെന്ന് ഞാൻ ഇന്നും പറയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്താൽ അതുണ്ടാകാം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇവിടെ നമുക്ക് പെന്തക്കോസ്ത് ലോകത്തിൽ പറ്റിയ പരാജയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ബെനീഹിൻ്റെ ശുശ്രൂഷയിലാണല്ലോ ഇത്രയും അങ്ങ് പ്രചാരം നേടിയത്. അപ്പോൾ എല്ലായിടത്തും ബെനീഹിനിങ്ങനെ വഞ്ചിക്കുമ്പോൾ ചിലയിടത്തെല്ലാം ബെനീഹിനെക്കുറിച്ച് മാത്രം ആളുകൾ സംസാരിക്കുമ്പോൾ പെന്തക്കോസ്ത് ലോകത്തിലെ നേതാക്കന്മാരായ ആളുകൾക്ക് പോലും അതൊരു ഇഷ്യൂ ആയിട്ട് വന്നു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ലോകപ്രസിദ്ധരായ പെന്തക്കോസ്ത് നേതാക്കന്മാർ പോലും ബോറിസ് സെറുല്ലോയെ പോലുള്ള ദേവദാസന്മാർ പോലും ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ വലിയ ഹോളിനകത്ത് നിലത്ത് വീണ് കിടക്കുന്ന കഥ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പം അവിടെ തുടങ്ങിയ ആ നീക്കം ഇന്ന് വരെ ലോകത്തിലുണ്ട്. എങ്ങനെയോ ഇതാണ് അഭിഷേകത്തിൻ്റെ മാനദണ്ഡം എന്ന ഒരു തെറ്റിദ്ധാരണ പെന്തക്കോസ്ത് കാരിസ്മാറ്റിക് ഗോളങ്ങളിലെല്ലാം ഉണ്ടായി. നീ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും താഴെ വീണില്ലെങ്കിൽ നിൻ്റെ മേൽ അഭിഷേകമില്ല, ആരെങ്കിലും വീണാൽ ആ വ്യക്തിക്ക് ഭയങ്കര അഭിഷേകമാണ്. ഈ ഒരു വ്യാഖ്യാനം എങ്ങനെയോ പെന്തക്കോസ്ത് കാരിസ്മാറ്റിക് ഗോളങ്ങൾ ഉണ്ടായതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്ത് പറ്റി, എല്ലാവരും തങ്ങളുടെ മേൽ അഭിഷേകമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഈ പ്രകടനം
അവരുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ടങ്ങ് മാറ്റിയിരിക്കുക. മലയാളികളുടെ ഇടയ്ക്ക് അത്രയും ഇല്ല. ന്യൂ ജനറേഷനിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ന്യൂ ജനറേഷൻ ചർച്ചിൽ ഇന്നുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മറ്റനേക രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി മിനിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാൻ കഴിയും, എല്ലാ ജാതികളിൽ നിന്നും, ആഫ്രിക്കനായാലും അമേരിക്കനായാലും വെള്ളക്കാരനായാലും ഇന്ത്യക്കാരനായാലും നമ്മൾ മലയാളികൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഭകളിൽ, പെന്തക്കോസ്ത് സഭകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ ഒടുവിൽ രണ്ടുപേര് താഴെ പോയാൽ നിൻ്റെ മേൽ അഭിഷേകമുണ്ടെന്ന് അവർ അംഗീകരിക്കും. ഒന്നും നടന്നില്ലെങ്കിൽ നിൻ്റെ മേൽ അഭിഷേകമുണ്ടെന്ന് എത്ര നന്നായിട്ട് നമ്മൾ പ്രസംഗിച്ചാലും അവർ അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു ഗതികേട് പെന്തക്കോസ്ത് സർക്കിൾ ഉണ്ടായിട്ടുണ്ട്, കരിസ്മാറ്റിക് സർക്കിളിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിന് ഇത്രയും പ്രശ്നമാകാൻ കാരണം. കാരണം എല്ലാവരും തങ്ങളുടെ മേൽ അഭിഷേകമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി തള്ളിയിടുക ആളുകളെ. അതാണിന്ന് ലോകത്തിലെ അനേകിടങ്ങളിൽ നടക്കുന്നത്. എന്നാൽ അല്ലാതെ ഒരു നടന്നാൽ അത് ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അത് ജഡമാണെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ദുരുപദേശം എന്നുള്ള പദം നമ്മൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണമാണ്. കാരണം ഉപദേശം നമുക്കറിയാമല്ലോ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ കാണുന്ന 7 കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ മറ്റ് അനേകം ഗൈഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ദൈവവൈതലെ ജീവിതത്തിൽ പാലിക്കാൻ തക്കോണം അനേകം പാഠങ്ങളും പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവയൊന്നും നമ്മൾ ഉപദേശങ്ങൾ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ലൈഫ് ലെസൺസാണ്. പിന്നെ നമ്മൾ ഉപദേശം എന്ന് പറയുന്ന പലതും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത്. ഞാൻ പറഞ്ഞല്ലോ 4 കൂട്ടം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതിൽ ഒന്ന് കൾച്ചറാണ്. മലയാളി പെന്തക്കോസ്തുകാർക്കൊരു കൾച്ചറുണ്ട്, അത് നല്ലൊരു കൾച്ചറാണ്, അതിന് സംശയമില്ല. 10,000-കണക്കിന് ആളുകൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് കുമ്മനാട് കൺവെൻഷൻ്റെ ഞായറാഴ്ച ആരാധനയിൽ തിരുവത്താട്ടിൽ പങ്കെടുക്കുന്നതാണ്. നമ്മൾ ആരുടെയാണ് ഹൃദയം കുളിർക്കാത്തത്? ഈ വർഷം ഞാനതെടുത്ത് പല ജാതിക്കാരായ ദൈവദാസന്മാർക്ക് ഞാനത് അയച്ചു കൊടുത്തു. ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം പറയും, എത്ര മനോഹരം. 10s of thousands of ആളുകൾ ഇരുന്ന് വെള്ളവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടിരുന്ന് കർത്തൃമേശ പങ്കെടുക്കുന്നത് കണ്ട് അവർ പോലും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ആ കൾച്ചർ നല്ലതാണ്, പക്ഷേ അത് ഉപദേശമല്ല. വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ കർത്തൃമേശയിൽ പങ്കെടുക്കാവൂ നമ്മൾ ശഠിക്കുമ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, എവിടെ നിന്ന് കിട്ടി, എവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന ആളുകൾ ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാളുകൾ ഉപദേശമായിട്ട് പഠിപ്പിച്ചൊരു കാരണമാണ് ആഭരണം എന്നുള്ള വിഷയം. ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി. ആഭരണം ഒരു ഉപദേശമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇറക്കി. 180,000 കൂടുതൽ ആളുകൾ ആ വീഡിയോ കണ്ടതായിട്ടാണ് എനിക്ക് ഒടുവിൽ കിട്ടിയതായിട്ടുള്ള സൂചന. അപ്പോൾ എല്ലാം ഉപദേശമല്ല, എല്ലാം ദുരുപദേശമല്ല. ഉപദേശത്തെ ഉപദേശമായി കാണുക, എക്സ്പീരിയൻസസിനെ എക്സ്പീരിയൻസായിട്ട് കാണുക, കൾച്ചറൽ ഇഷ്യൂസായിട്ട് കാണുക, ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസായിട്ട് കാണുക. ഇങ്ങനെ വേർതിരിച്ച് കാണാൻ തക്കവണ്ണം നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വേണ്ടാത്ത ഒരുപാട് വാദഗതികൾ നമുക്ക് ഒഴിവാക്കാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആത്മവിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ അത് നടക്കാം എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് വലിയ അമിത പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ യാത്രകളിൽ എവിടെയെങ്കിലും മറ്റു രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ സഭയിൽ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടായി ഞാനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ ഇങ്ങനെ സംഭവിക്കാമോ എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് ആത്മനിറവിൻ്റെ ഒരു ജീവിതം നയിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, ആത്മാവിൻ്റെ വലിയ നിറവിൽ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയും അത് സാധ്യമാണ്. എല്ലാവരും എന്നോട് യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയും അത് സാധ്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന കള്ളത്തരങ്ങളെ ഒന്നും തന്നെ ഞാൻ അനുവദിക്കുന്നുമില്ല. ഇനി ഇതിനോട് ചേർന്ന് മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഫയർ ലിക്വിഡ് ഫയർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആഫ്രിക്കയിൽ വന്നതാണെന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ അനേക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ഇത്രയും ഈ രീതിയിലുള്ള പരിപാടികൾക്കൊക്കെ വലിയ മാർക്കറ്റാണ് അവിടെ. കാരണം അവർ എക്സ്പീരിയൻസിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡേഞ്ചർ ഞാൻ പറയാം, 1 മിനിറ്റ് കഴിയുമ്പോൾ പറയാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ സഭകളിൽ നമുക്കറിയാം, ഈ കാലങ്ങളിൽ യൂട്യൂബ് ഉള്ളതുകൊണ്ടും വീഡിയോകൾ ലഭ്യമായതുകൊണ്ടും നടക്കുന്നതായിട്ടുള്ള വചനത്തിന് യാതൊരു രീതിയിലും നിരക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വചനം പഠിപ്പിക്കാൻ ആളില്ല എന്നുള്ളതാണ്. വചനം പഠിപ്പിക്കാൻ ആളില്ല. എൻ്റെ സഭയിൽ തന്നെ ആഫ്രിക്കക്കാരായ പലരുമുണ്ട്. ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന്
ഞാൻ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് അവർ തന്നെ പറയാറുണ്ട്, പാസ്റ്ററെ, ഞങ്ങളെ ചെറുപ്പം മുതൽ ഇതുപോലെ ആരെങ്കിലും വചനം പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നടന്നു വന്ന പല കാര്യങ്ങളും നടക്കത്തില്ലായിരുന്നു എന്നവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വചനം പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേസമയം തന്നെ വചനം മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഇട കൊടുക്കുകയും വേണം എന്നാണ് എൻ്റെ നിലപാട്. എക്സ്പീരിയൻസസിന് ഒരു മാർക്കറ്റുണ്ട്. എക്സ്പീരിയൻസസ് വേണ്ടിവരാണ് പെന്തക്കോസ്തിൽ ആകർഷിക്കപ്പെടുന്നത്. മനസ്സിലായോ? സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ വിശ്വസിക്കുന്നവരും സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരുമാണ് പെന്തക്കോസ്തിൽ ആകർഷിക്കപ്പെടുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാം. ഒന്ന്, IPC റാന്നി ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷനിൽ പല വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചൊരു പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. ബലവാനെ പിടിച്ചു കിട്ടിയിട്ടല്ലാതെ അവൻ്റെ കൊള്ള പങ്കിടുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല എന്നുള്ള വാക്യമെടുത്താണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നടക്കാവുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അന്ന് രാത്രിയിൽ ഞാൻ ശക്തമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ, എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഒരു മെഡിക്കൽ ഡോക്ടറുടെ മുന്നിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടറിയാം ഞാൻ ഇത് ഇങ്ങനെ ബോറടിച്ച് അവിടെ ഇരിക്കുക. ഞാൻ പറയുന്നൊന്നും അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ബോറടിച്ച് അവിടെ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ യോഗത്തിൻ്റെ ഒടുവിൽ ഞാൻ ഓൾട്ടർ കോൾ കൊടുത്തപ്പോൾ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹവും മുമ്പോട്ട് വന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ആ വ്യക്തി എന്നെ സെൽഫോണെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സെൽഫോൺ എടുത്തിരുന്നു. രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നലെ പാസ്റ്റർ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. നിങ്ങൾ തീവ്രവാദികളായ പാസ്റ്റർമാരുടെ പ്രസംഗമായിട്ട് ഞാൻ അതിനെ കണക്കാക്കിയുള്ളൂ. ഞാൻ അതിനെ ഒരു മെഡിക്കൽ ഡോക്ടർ എന്നുള്ളതല്ല, ഞാനിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലൊരു കാര്യം സംഭവിച്ചു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അനേക വർഷങ്ങളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന എൻ്റെ നടുവേദന സമ്പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. അതുകൊണ്ട് പാസ്റ്റർമേലൊരു ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ രാവിലെ പാസ്റ്റർ വീട്ടിൽ എൻ്റെ ജീപ്പുമായിട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ വരണം. ഒരിടത്ത് വരെ നമുക്ക് പോകണം. 1-2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്ററും കൊണ്ടൊരിടത്ത് പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ രാവിലെ ഒരു കല്യാണത്തിന് പോകേണ്ടത് ദിവസമായിരുന്നു അന്ന്. എന്നിട്ട് ഞാനിത് പറഞ്ഞിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ഈ വിഷയത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം ഞാൻ പാസ്റ്റർ കല്യാണ സ്ഥലത്ത് കൊണ്ടുവിടാം എന്നും പറഞ്ഞ് അദ്ദേഹം രാവിലെ ആ ജീപ്പ് എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങളൊന്നിച്ച് പോയി പ്രാർത്ഥിച്ചു. അതിന് ശേഷം അദ്ദേഹം എന്നെ കല്യാണ സ്ഥലത്ത് കൊണ്ടുവിടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസസിൽ താല്പര്യം ഇല്ലെന്ന് പറയുന്നവർ പോലും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ താല്പര്യം വെക്കും. നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ ന്യൂ ജനറേഷൻ ചർച്ചുകളിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അവർ ന്യൂ ജനറേഷൻ ചർച്ചിലേക്ക് പോയത്? നമ്മുടെ കൺവെൻഷനുകളെല്ലാം ഉണക്ക കൺവെൻഷനുകളായിട്ട് മാറിയതുകൊണ്ടല്ലേ. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്ന, പാട്ട് പാടുന്ന സമയത്ത് ഉണ്ടാക്കാൻ നോക്കുന്ന ഉണർവ് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര മീറ്റിങ്ങുകളുണ്ട് യഥാർത്ഥമായ ഉണർവ്? സഭായോഗങ്ങളിൽ എവിടെയുണ്ട് ഉണർവ്? ഉണക്ക സഭായോഗങ്ങളും കൂടി ഉണക്ക കൺവെൻഷനിലും കൂടി മടുത്ത നമ്മുടെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളാണ് മറ്റുള്ളയിടങ്ങൾ തേടിപ്പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉണക്ക സഭായോഗങ്ങളുടെ നടുക്കും നമ്മൾ അപ്പച്ചന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയും. അതുകൊണ്ട് അവർ ചിന്തിച്ചു, യഥാർത്ഥത്തിൽ ഇതിങ്ങനെ നടക്കുന്നതാണെങ്കിൽ ഇതൊരു കഥയല്ലെങ്കിൽ ഞങ്ങൾക്കിത് അനുഭവിച്ചറിയണം എന്നുള്ള താല്പര്യത്തോടു കൂടെയാണ് അവർ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിലേക്ക് പോകാൻ തൊക്കെ ഇടയായത്. അപ്പോൾ ന്യൂ ജനറേഷൻ ചർച്ച് ഇത്രയും ഫ്ലറിഷ് ചെയ്താണല്ലോ നമ്മളിന്ന് ദുരുപദേശം എന്ന് പറയുന്ന അനേക കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ തൊക്കെ ഇടയായിട്ട് തീർന്നത്. അതിൻ്റെ കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണ്. കാരണം പെന്തക്കോസ്തിൻ്റെ തനിമ നമ്മൾ നിലനിർത്താഞ്ഞതുകൊണ്ടാണ്. പെന്തക്കോസ്ത് പ്രസംഗം മാത്രമല്ല, പെന്തക്കോസ് പാട്ട് മാത്രമല്ല, പെന്തക്കോസ് അന്യഭാഷ മാത്രമല്ല, പെന്തക്കോസിൽ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ നിർത്തലാക്കി കളഞ്ഞു. നമ്മളതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ഈ പാട്ടിലും കയ്യടിയിലും പെന്തക്കോസിനെ ഒതുക്കി നിർത്തിയത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ന്യൂ ജനറേഷനുകളിൽ ചർച്ചിലേക്ക് പോകാനിടയായതും അത് അവർ ഈ ദുരുപദേശങ്ങളൊക്കെ പുറകെ പോകാനിടയായതും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, എല്ലാം ദുരുപദേശമല്ല, പലതും എക്സ്പീരിയൻസസ് ആണ്. എക്സ്പീരിയൻസസ് ആയിട്ട് നമുക്ക് കാണാം. എന്നാൽ തെറ്റായ പഠിപ്പികളെ ശക്തമായിട്ട് എതിർക്കുകയും വേണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, നമുക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പെന്തക്കോസ് തനിമയിലേക്ക് നമ്മുടെ സഭകൾ മടങ്ങി വരിക എന്നുള്ളതാണ്. പെന്തക്കോസ് തനിമയിലേക്ക് നമ്മുടെ സഭകൾ മടങ്ങി വന്നാൽ പണ്ടുണ്ടായിരുന്ന പോലെ എൻ്റെ കൊച്ചിലെ ഞാൻ കണ്ട പെന്തക്കോസ്
ഈ 21-ാം നൂറ്റാണ്ടിൽ മടങ്ങി വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളും മടങ്ങി വരും, നമ്മുടെ സഭകളിലേക്ക് മടങ്ങി വരും, നമ്മുടെ സഭകളെല്ലാം സജീവമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാതെ ഞാൻ തന്നെ ഭാരപ്പെടുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ നാട്ടിൽ അനേക വർഷങ്ങൾ IPCയിൽ ഒരു പാസ്റ്ററായിട്ട് ശുശ്രൂഷിച്ച് റിട്ടയർ ചെയ്ത് ഇവിടെ മക്കളോടുകൂടി ജീവിക്കാൻ വന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്നെ സണ്ണിക്കുഞ്ഞെന്നായിരുന്നു വിളിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സണ്ണിക്കുഞ്ഞെ, ഇതൊന്നും പുതിയ കാര്യമൊന്നും അല്ലാടാകുകയെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളിതൊക്കെ കണ്ടിട്ടുള്ളവരാണ്. പിന്നെ ഞങ്ങളിതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് ഇത് കൊട്ടുഘോഷിച്ചൊന്നും നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പേര് മറന്നുപോയി, ഒരിക്കലൊരു യോഗത്തിൽ വെച്ച് പിന്നീട് ഒരു പ്രസിദ്ധനായ ദൈവദാസനായിട്ട് മാറിയ ഒരു ചെറുപ്പക്കാരൻ കുറേ നേരം അന്യഭാഷ പറഞ്ഞ് കഴിഞ്ഞ് താഴെ വീണു, മയങ്ങിയതുപോലായി പോയിട്ട് യോഗം തീർന്നിട്ടും ആ വ്യക്തി ഉണരാഞ്ഞ് ആ വ്യക്തിയെ ഉണർത്താൻ നോക്കിയിട്ടും ആ വ്യക്തി ഉണരാതിരുന്നത് കൊണ്ട് ആ യോഗത്തിൽ പങ്കെടുത്ത 2 സഹോദരന്മാർ കൂടി അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ കെട്ടിലേക്ക് കിടത്തി വെച്ച് വീട്ടിൽ പോയ കഥ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ പണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ. അസൂസ സ്ട്രീറ്റിലെ ഉണവിൻ്റെ കഥ നമ്മൾ വായിച്ചാൽ അവിടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. നമ്മൾ അന്യഭാഷയെക്കുറിച്ച് മാത്രമേ സാറിന് കേൾക്കാറുള്ളൂ. നമ്മൾ അന്യഭാഷ മാത്രമേ അസൂസ സ്ട്രീറ്റുമായിട്ട് ലിങ്ക് ചെയ്യാറുള്ളൂ. എന്നല്ല, അനേകം ആത്മീയ അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അനേക ആത്മീയ അനുഭവങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് ഇത്രയും ലോകവ്യാപകമായിട്ട് വളർന്നത്. ആ എക്സ്പീരിയൻഷ്യൽ റലമാണ് പെന്തക്കോസ്തിനെ ഇത്രയും വളർത്തി, അല്ല പ്രീച്ചിങ് റലമല്ല. നമുക്കറിയാമല്ലോ, പെന്തക്കോസ്തുകാരേക്കാൾ നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് ബാപ്റ്റിസ്റ്റുകാരാണ്. ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്ന ബാപ്റ്റിസ്റ്റുകാരാണ്. പക്ഷെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭയെ കവച്ചു വെച്ചുകൊണ്ട് പെന്തക്കോസ്ത് ലോകവ്യാപകമായിട്ട് വളർന്ന് നമ്മുടെ പ്രസംഗ പാഠവും കൊണ്ടല്ല, പെന്തക്കോസ്തിൻ്റെ എക്സ്പീരിയൻഷ്യൽ റലത്തിന് നമ്മൾ അനുവാദം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കൊടുത്തേ മതിയാകത്തുള്ളൂ. എക്സ്പീരിയൻസ് ഞാൻ നിഷേധിക്കാൻ ആരെയും സമ്മതിക്കത്തുമില്ല. കാരണം എക്സ്പീരിയൻസസ് ഇല്ലാത്ത, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത പെന്തക്കോസ് അല്ല എന്നാണ് എൻ്റെ പക്ഷം. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഇല്ലാത്ത പെന്തക്കോസ് അല്ല. അതുകൊണ്ട് നമ്മൾ വചനം നന്നായിട്ട് പഠിപ്പിക്കണം, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഇടം കൊടുക്കുകയും വേണം. അതിന് മൂലം ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ അത് യാഥാർത്ഥമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തന്നെയാണെങ്കിൽ അതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെല്ലാം തഴഞ്ഞു കളയുക. ഇതായിരിക്കട്ടെ നമ്മുടെ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിർത്തുന്നു.